Tell them to go and take the seat. അവിടെ പോയിരിക്കാൻ പറ. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡർ ഉണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. I register my strong protest. There is an impropriety in your question. There is an impropriety. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയായിട്ട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. സംഘർഷഭരിതമായി മാറിയ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത് സ്പീക്കറുടെ ഒരൊറ്റ ചോദ്യമാണ്: ആരാണ് പ്രതിപക്ഷ നേതാവ്? പിന്നീട് അങ്ങോട്ട് കണ്ടത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടന്ന വാക്പോരും. അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും നിലവാരമില്ലാത്ത കയ്യാങ്കളിയുടെ വക്കോളമെത്തിയ സഭയിലെ നാടകീയ രംഗങ്ങളിൽ പ്രതിപക്ഷം അപമാനിക്കപ്പെട്ടു. മുഖാമുഖം തുടങ്ങുന്നു. ഭരണപക്ഷത്ത് നിന്ന് എം നൌഷാദ് MLA-യും പ്രതിപക്ഷ നിരയിൽ നിന്ന് സണ്ണി ജോസഫ് MLA-യും മുഖാമുഖം എത്തുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് സണ്ണി ജോസഫ് MLA, എം നൌഷാദ് MLA എന്നിവരാണ് ഇന്ന് മുഖാമുഖം ഉള്ളത്. ശ്രീ സണ്ണി ജോസഫ്, ഇന്ന് സഭയിൽ നടന്ന സംഭവങ്ങളെ താങ്കൾ നോക്കിക്കാണുമ്പോൾ പ്രതിപക്ഷം അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ശരിയാണ്. സ്പീക്കർ പ്രതിപക്ഷത്തെ അവമാനിച്ചു. പ്രതിപക്ഷം ഒരു വിഷയം ഉന്നയിച്ചു. ആദ്യമേ തന്നെ എന്താ വിഷയമാണ് ഉന്നയിച്ചത്? പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ, നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളുടെ പ്രത്യേകത, അത് സഭയിൽ ഉത്തരം പറയേണ്ടതാണ്. അത്തരം ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് സഭയിൽ ഉത്തരം വേണ്ട. അത് ഉത്തരം പിന്നീട് മന്ത്രിമാരെ അംഗങ്ങൾക്ക് കൊടുത്താൽ മതി. നക്ഷത്ര ചിഹ്നമിടുന്ന ചോദ്യങ്ങൾ തന്നെ എല്ലാം ചോദ്യങ്ങൾ കിട്ടില്ല, നറുക്കിട്ടാണ് കുറേ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾ അനുവദിച്ച് നറുക്കിടുന്നതിന് പകരം ആ ചോദ്യങ്ങളെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റി. അതിന് സ്പീക്കർ കണ്ടെത്തിയ കാരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും അന്യായവുമാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയത് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു മെമ്പർ, പ്രതിപക്ഷത്തെ ഒരു മെമ്പർ. അതിനെ സ്പീക്കർ വിശേഷിപ്പിച്ചത് അതൊരു പ്രാദേശിക പ്രശ്നമാണ്, അതുകൊണ്ട് അത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം വേണ്ട, സഭയിൽ അതിന് ഉത്തരം വേണ്ട, അതിന് മന്ത്രി ഈ കൺസേൺഡ് മെമ്പർക്ക് ഒരു ഉത്തരം എഴുതി കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം അന്യായമാണ്, അത് അനീതിയാണ്, അത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേളയുടെ ആരംഭത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിന് കൃത്യമായ മറുപടി പറയാത്തപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ സഭയ്ക്ക് വെല്ലിലേക്ക് ഇറങ്ങി. ആ വെല്ലിലേക്ക് ഇറങ്ങിയവരെ പ്രതിപക്ഷ നേതാവ് ശാന്തരാക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആണ് അവിടെ സ്പീക്കർ ഇത്തരത്തിലുള്ള കമൻറ്റ് പറഞ്ഞത്. സ്പീക്കർ ഈ കമൻറ്റ് പറഞ്ഞത് ആരാ പ്രതിപക്ഷ നേതാവ് ഒരു പ്രാവശ്യമല്ല ചോദിച്ചത്. ആരാ പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ പലവട്ടം ചോദിച്ചു. ആ ചോദിച്ചതിനെയാണ് പ്രതിപക്ഷ നേതാവ് വളരെ നല്ല ഭാഷയിൽ അത് ഇംപ്രൊപ്രൈറ്റിയാണ്, സ്പീക്കറുടെ അപക്വതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇരുന്നത്. അതിനെ ഏറ്റുപിടിച്ച് അതിനുശേഷം വാക്കൗട്ടാണ്. അതിനെ ഏറ്റുപിടിച്ച് എന്താണ്, പാർലമെൻ്ററി കാരി MP രാജേഷും മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ പറയുന്നു, പ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം വാക്കൗട്ടിന് ശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം, ഞങ്ങൾ പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്ത സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സംസാരത്തിൻ്റെ ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കുന്നു. വാക്കൗട്ടിന് ശേഷം മടങ്ങിയെത്തിയ പ്രതിപക്ഷം ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ സ്പീക്കറെ ഒരു നീതിയുടെ ഭാഗത്താണ്, ന്യായത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ആ നീക്കിയതിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്താം. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഭാരേഖയിൽ തന്നെ, പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സഭാരേഖയിൽ നിന്ന്
സൗകര്യപൂർവ്വം ഇത് ഡൽഹിയിൽ ഓം ബിർള ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്വീകരിക്കുന്ന അതേ സമീപനം ഇവിടെ എം ഷംസീറും സ്വീകരിക്കുന്നു. അതിന് മുഖ്യമന്ത്രി ഒത്താശ ചെയ്യുന്നു. അപ്പം ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ സ്പീക്കറുടെ കസേരയിലെ ബലത്തിൽ പ്രതിപക്ഷത്തെ അവഹേളിച്ചു എന്നുള്ളത് ഒരു ന്യായം തന്നെയാണ്. ശരി, ഞാൻ വരാം. ശ്രീ എം നൗഷാദ്, ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെ പിന്തുടരുകയാണെങ്കിൽ സഭയിൽ സ്പീക്കർ നടത്തിയത് ഏകപക്ഷീയമായ ഒരു ഇടപെടലാണെന്ന് പറയേണ്ടി വരില്ലേ? ഈ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യ നോട്ടീസുകൾ അത് ചട്ടവിരുദ്ധമായി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടിയാണല്ലോ സഭയിൽ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടത്. അങ്ങനെ പ്രതിപക്ഷം ഒരു കാതലായ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് നിലവാരമില്ലാത്ത ഒരാളെ പോലെ പെരുമാറുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുക? എങ്ങനെയാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് സ്പീക്കർക്ക് ചോദിക്കാൻ കഴിയുക? ഇത് ഏകപക്ഷീയമായ ഒരു ഇടപെടലായിരുന്നില്ലേ? സഭയുടെ അന്തസ്സിന് ചേർന്നതായിരുന്നു ഇന്ന് സ്പീക്കർ നടത്തിയ ഈ ഇടപെടൽ. ഗോപികൃഷ്ണ, നിങ്ങളെ ടൈറ്റിൽ തന്നെ തെറ്റാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്തെ അപമാനിക്കപ്പെട്ടോ അല്ല, സ്വയം അപമാനിതരായോ എന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ അത് സഭാരേഖകളിൽ നിന്നും സഭാ ടി വിയിൽ നിന്നും കൃത്യമായി ആ വിവരങ്ങൾ ലഭിക്കുമല്ലോ. അതൊന്ന് വിഷ്വൽസ് ഒന്ന് എടുത്ത് നോക്ക്. അവിടെ നക്ഷത്ര ചിഹ്നമിട്ട ക്വസ്റ്റ്യൻസും തുടക്കത്തിൽ തന്നെ അദ്ദേഹം അത് ഉന്നയിച്ചു. അതിന് സ്പീക്കർ അതിന് റൂളിംഗ് നൽകി. സ്പീക്കർ റൂളിംഗ് നൽകി. അതിനുശേഷം ഇവർ പ്രതിപക്ഷ അംഗങ്ങൾ വെല്ലിലേക്ക് ഇറങ്ങി. പ്രതിപക്ഷ അംഗങ്ങൾ വെല്ലിലേക്ക് ഇറങ്ങിയിട്ട് പ്രതിപക്ഷ നേതാവ് വീണ്ടും സംസാരിക്കാനായി എഴുന്നേറ്റപ്പോൾ ഇവരെ സീറ്റിലേക്ക് പറഞ്ഞു വിടൂ, താങ്കൾക്ക് മൈക്ക് തരാം എന്ന് തന്നെയാണ് സ്പീക്കർ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ അവരോട് വെല്ലിലേക്ക് ഇറങ്ങാൻ പറയുന്നു. അത് കൃത്യമായി നിങ്ങൾക്ക് നോക്കിയാൽ വിഷ്വൽസിൽ കാണാം. കൈകൊണ്ട് ആ ആംഗ്യം കാണിക്കുന്നത് കാണാം. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇവരെ തിരിച്ചു വിളിച്ചു. ഇദ്ദേഹം തിരിച്ചു വിളിച്ചിട്ടും പോകാതെ നിൽക്കുകയാണ്. സഭ നടത്തിക്കൊണ്ടു പോകണ്ടേ? ക്വസ്റ്റ്യൻ അവർ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡ്സും വിലപ്പെട്ടതാണ്. പലതവണ നിങ്ങൾ സീറ്റിലേക്ക് പോകൂ. പ്രതിപക്ഷ നേതാവ് സഭാംഗങ്ങളെ തിരിച്ചു വിളിച്ചതിന് ശേഷമാണ് അദ്ദേഹം സംസാരിക്കാനായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇവർ വെല്ലിൽ നിന്നും പോയെങ്കിൽ മാത്രമേ സംസാരം തുടങ്ങാൻ വേണ്ടി കഴിയൂ. പ്രതിപക്ഷ നേതാവ് തിരിച്ചു വിളിച്ചിട്ടും പോകാതെ നിന്നപ്പോഴാണ് സ്പീക്കർ ചോദിച്ചത്, അല്ല ആരാ നേതാവാരാ? കാരണം പ്രതിപക്ഷ നേതാവ് ഇവരെ തിരിച്ചു വിളിക്കുന്നു, പോകാതെ വീണ്ടും അവിടെ നിന്ന് സ്പീക്കറുടെ മുമ്പിൽ സ്പീക്കറെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ആ വിഷ്വൽസിൽ കൃത്യമായി കാണാം. ആ സന്ദർഭത്തിലാണ് അല്ല പ്രതിപക്ഷ നേതാവ് ആരാ എന്ന് അവരോട് ചോദിച്ചതാണ്. ആ ചോദിച്ചത് ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാ? നിങ്ങൾ പ്രതിപക്ഷ നേതാവല്ല ഒന്നും അല്ലല്ലോ, നിങ്ങൾ പോകണം എന്നുള്ള അർത്ഥത്തിൽ ഉണ്ടാകുന്നതും സ്പീക്കറുടെ ഡയസിന് മുകളിൽ കയറിയിരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ബാർകോഴ കേസിൽ സഭയിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി, കയ്യാങ്കളിയുടെ ഭാഗമായി 2.2 ലക്ഷം 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന കേസിലെ വിചാരണ നടപടികളൊക്കെ നടക്കുന്നത് നമ്മുടെ മുൻകാല അനുഭവങ്ങളിലുണ്ടല്ലോ. അപ്പോൾ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി, വെല്ലിലിറങ്ങി, പ്രതിഷേധിക്കാൻ ഇറങ്ങി എന്നതൊന്നും ഒരു പുതിയ സംഭവമായി കാണേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന ചോദ്യം സഭയിൽ ആ നിലയ്ക്ക് ന്യായീകരിക്കപ്പെടുകയും ഇല്ലല്ലോ. അല്ല, അത് ഗോപികൃഷ്ണന്റെ വ്യാഖ്യാനം. അവിടെ നിങ്ങൾക്ക് ഏകപക്ഷീയമായി വാർത്തകളെ അങ്ങനെ നൽകണമെന്നുണ്ടെങ്കിൽ നൽകിക്കൊള്ളൂ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഏകപക്ഷീയമായി നൽകാനുള്ള ശ്രമം സഭാ ടി വി നടത്തിയെന്നായിരുന്നു ആക്ഷേപം ശ്രീ എം നൗഷാദ്. അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ആ ഭാഗം കൊടുക്കില്ല, പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ ആ ഭാഗം കൊടുത്തില്ല. ഏകപക്ഷീയമായി സഭാ പ്രവർത്തനങ്ങളെ ഈ പ്രേക്ഷകരിൽ നിന്ന് മറച്ചു വെച്ചത് സഭാ ടി വി ആണെന്നായിരുന്നു ആക്ഷേപം. അല്ല അത് ആരുടെ ആക്ഷേപം? നിങ്ങൾ അതാ ഞാൻ പറഞ്ഞ, ഇവിടെ സണ്ണി ജോസഫ് ഉന്നയിക്കാത്ത ആവശ്യം അവർക്ക് വേണ്ടി ഗോപികൃഷ്ണൻ അവരുടെ വക്താവല്ല ആകരുത്. വസ്തുതകളെ വസ്തുതകളായി കാണണം. അവിടെ ആരാ പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. ചോദിച്ചതിൻ്റെ സന്ദർഭം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലല്ല, ഇവരെടുത്ത് നിങ്ങളാണോ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ അവരോടാണ് ചോദിച്ചത്.
അവരോട് ചോദിച്ചിട്ട് അവർ പോകാതെ നിന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് തിരിച്ച് വിളിച്ചിട്ടും അവർ പോകാതെ നിന്നപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അവർ വാക്കൗട്ട് നടത്തി പോയി. സഭാതലം ശാന്തമായി. അവിടെ ക്വസ്റ്റ്യൻ അവറും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പോൾ അടുത്തത് തിരിച്ചു വന്നിട്ട് അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റില്ല. നിങ്ങൾ അത് വിഷ്വൽസ് അതിലേക്ക് വരാം. ശ്രീ എം നൗഷാദ്, അതായത് ഞാൻ ആർക്ക് വേണ്ടിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാര്യം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഒന്നാമത്തെ കാര്യം താങ്കൾ ആദ്യം പറഞ്ഞതിനുള്ള മറുപടി. രണ്ടാമത്, ഇതേപോലെ ഭരണപക്ഷത്ത് നിന്ന് ഒരു പെട്ടെന്ന് തന്നെ ആവേശം ഉൾക്കൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കുന്നിടത്തേക്ക് പോകാൻ നിന്ന മന്ത്രി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി കൈപിടിച്ച് പിറകിലേക്ക് വലിക്കുന്നതും കണ്ടു. അപ്പോൾ നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ പ്രശ്നം ഭരണപക്ഷത്തും ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2014 മാർച്ച് 13 കയ്യാങ്കളിയുടെ കാര്യത്തിൽ 2014 മാർച്ച് 13 കയ്യാങ്കളിയുടെ കാര്യത്തിൽ ഈ ന്യായമൊന്നും താങ്കൾക്കില്ലല്ലോ അല്ലേ ശ്രീ എം നൗഷാദ്? അതും ഏകപക്ഷീയമായി അവതരിപ്പിക്കപ്പെട്ടതാണോ ഈ വിഷയങ്ങളൊക്കെ ശ്രീ എം നൗഷാദ്? നിങ്ങൾക്ക് അത് നിങ്ങൾ ഇത്രയും വർഷമായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ പിന്നെ ഇതിനെ എന്തിനാ ന്യായീകരിക്കുന്നത്? അപ്പൊ പിന്നെ മറ്റേതിനെ കുറ്റപ്പെടുത്തുന്നതിന് എന്തർത്ഥം? ഇതിനെ ന്യായീകരിക്കാനാണെങ്കിൽ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥം? ഇവിടെ ന്യായീകരിച്ചു എന്നാണ് എനിക്ക് വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതിനെ ന്യായീകരിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? എന്നാ പിന്നെ ഞാൻ പറയുന്നത് ഇന്നത്തെ സംഭവത്തെ താങ്കൾ പറഞ്ഞ എന്താ അങ്ങനെ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എന്നുള്ള തരത്തിൽ ചോദിക്കുമ്പോൾ ഇന്ന് ചെയ്തതിനെ കുറ്റമായി കാണുന്നില്ല എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നെങ്കിൽ താങ്കൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് താങ്കൾ നടിക്കുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് സ്പീക്കർ ചോദിച്ച ചോദ്യത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് ആ സന്ദർഭം നമ്മൾ ഇന്നത്തെ ആ വിഷ്വൽസ് മൊത്തം നോക്കിയാൽ ആ സഭാ നടപടികൾ പൂർണ്ണമായി കണ്ടുകൊണ്ടിരുന്ന ഗോപികൃഷ്ണൻ അത് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ സഭയ്ക്കകത്തുണ്ടല്ലോ, അവരോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും സഭയ്ക്കകത്ത് വന്നിട്ട് ഇവർ കൊടുത്ത അടിയന്തര പ്രമേയം, അതിനകത്ത് ഗോപികൃഷ്ണ പ്രശ്നം വേറൊന്നുമല്ല, അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. വീണ്ടും അത് അടിയന്തരമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുകയും 12 മണിക്ക് അത് ചർച്ച ചെയ്യാൻ സമയം നിശ്ചയിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വാക്കൗട്ട് നടത്തിയപ്പോൾ ഇതിനകത്ത് പ്രതിപക്ഷ മുഖ്യമന്ത്രിയും അതുപോലെ പാർലമെന്ററി കാര്യ മന്ത്രിയും ഇങ്ങനെ പരാമർശം നടത്തി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നത്. അല്ലെങ്കിൽ തിരിച്ചു വന്ന അന്നേരം തന്നെ എഴുന്നേറ്റിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാകുമായിരുന്നു. ഇത് ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ ആ ചർച്ച നടക്കരുത്. അവർ തന്നെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ച അവർ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്നൊരു വിഷയമാണല്ലോ. അത് ചർച്ച ചെയ്യാൻ നിൽക്കുമ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് മുമ്പിൽ നിന്നൊരാളിനോട് ചോദിച്ചു, സന്ദർഭത്തിനനുസൃതമായി ചോദിച്ചു. അതൊരിക്കലും പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കാനോ ചെറുതാക്കാനോ വേണ്ടിയിട്ടല്ല. ആ സന്ദർഭം കണ്ട എല്ലാവർക്കും അത് മനസ്സിലാവും. പക്ഷെ അത് തിരിച്ചു വന്ന അന്നേരം ആദ്യമേ ഉയർത്തിയെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി ചർച്ച ചെയ്യാം എന്ന നിലപാട് സർക്കാർ തീരുമാനിച്ചതിന് ശേഷമാണ് ഈ വിഷയം ഉയർത്തിയത്. ശരി, ഞാൻ വരാം. ശ്രീ സണ്ണി ജോസഫ്, അതായത് വളരെ സ്വാഭാവികമായി സ്പീക്കർ ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചത്. കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും നിയന്ത്രണത്തിന് വിധേയമാകാതെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ വീണ്ടും നടുത്തളത്തിലിറങ്ങി ബഹളം വെക്കുന്ന സാഹചര്യം കണ്ടപ്പോഴാണ് ആരാണ് പ്രതിപക്ഷ നേതാവ്, കാരണം നിങ്ങളുടെ നേതാവ് ആരാണ് എന്ന അർത്ഥത്തിൽ സ്പീക്കർ ഇടപെട്ടത്. പിന്നീട് സ്പീക്കർ തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിൻ്റെ പേര് പറഞ്ഞ് താങ്കൾ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ചർച്ചയാകാം എന്നൊരു നിലപാട് സർക്കാർ എടുക്കുമ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി പ്രതിപക്ഷം എന്ന ആക്ഷേപം ഉന്നയിക്കാൻ പാകത്തിൽ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇന്നിപ്പോൾ അല്പം മുൻപ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയാണ്, ഒളിച്ചോടി പോകുന്ന കേരളം കണ്ട ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന്. അങ്ങനെ ഒരു
ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കപ്പെടാൻ ഇടവരുത്തിയത് ഒരു മോശം ടാക്ടിക്സ് ആയില്ലേ സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന്റെ? ഒരിക്കലും ഇല്ല ഗോപികൃഷ്ണ, ഒരിക്കലും ഇല്ല. ഇവിടെ എന്താണ്, പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി, വെള്ളിലിറങ്ങി, പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കണമെങ്കിൽ എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു സ്പീക്കർ. അപ്പോൾ എല്ലാവരോടും മടങ്ങി വരാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ഒരു കൈ പുറകോട്ട് ആക്കിയിട്ട് ആക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ആംഗ്യം കൊടുത്തു. അത് സംസാരിക്കുകയല്ല. അതിനിടയിൽ മുദ്രാവാക്യം വിളിച്ച് നിന്ന ആളുകൾ വരാൻ 1-2 സെക്കൻഡ് താമസിച്ചാൽ അപ്പോൾ സ്പീക്കർ സംസാരിക്കേണ്ടത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കുന്നു. ആ ചോദിച്ചതിനെ പ്രതിപക്ഷ നേതാവ് അതിൽ ഇംപ്രോപ്പറാണ് എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർക്ക് അത് കറക്റ്റ് ചെയ്യാൻ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല, ആ നിലയിലല്ല, ഇവരെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഇപ്പം നമുക്കറിയാം CMO മന്ത്രിമാരോ ഗൈഡ് ചെയ്താലോ നിർദ്ദേശിച്ചാൽ പോലും ചിലപ്പം ഭരണകക്ഷി അംഗങ്ങൾ വെല്ലുവിളിച്ച് വരുന്നില്ലേ? അത് കേരള നിയമസഭയിൽ കാണുന്നതല്ലേ? അപ്പം അതാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്തത്. പിന്നെ നൗഷാദ് ഇപ്പോൾ പറഞ്ഞത് വളരെ, ഇന്നും കണ്ടല്ലോ, നൗഷാദ് ഇപ്പോൾ പറഞ്ഞത് വളരെ ബാലിശമാണ്. എന്താണ്, ഈ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞ് വാക്കൗട്ട് കഴിഞ്ഞ് വന്ന ഉടനെ ആയിരുന്നു സതീശൻ ഇത് ചോദിക്കേണ്ടത്. വാക്കൗട്ട് കഴിഞ്ഞ് വന്ന ഉടനെ എന്താണ്, ആ അനുശോചനമാണ്. മരണപ്പെട്ട സീതാറാം യെച്ചൂരി, MM ലോറൻസ്, KP കുഞ്ഞിക്കണ്ണൻ, കുട്ടി അഹമ്മദ് കുട്ടി, ഇങ്ങനെയുള്ള നേതാക്കന്മാർ, പഴയ സഭാംഗങ്ങളെക്കുറിച്ചുള്ള അനുശോചന പ്രമേയമാണ് വരുന്നത്. അനുശോചനമാണ്. അതിന് സ്പീക്കർ എഴുന്നേറ്റാൽ അന്ന് ആ സമയത്ത് ആരും ചോദിക്കില്ല. അതിന്റെ തുടർച്ചയായിട്ട് പെട്ടെന്ന് റൂൾ 50 വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ സ്പീക്കർ അനുവാദത്തോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിലെ വാചകങ്ങളെ സഭാരേഖയിൽ നിന്ന് ഞാൻ നൗഷാദെ അത് എപ്പോൾ വേണേലും ചോദിക്കാൻ. നൗഷാദി, നമ്മൾ രണ്ടാളുള്ള തർക്കത്തിൽ സംസാരിച്ചതെങ്കിലും മര്യാദയ്ക്ക് പോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ നിങ്ങളിപ്പം ഇപ്പം റിയാസ് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞു പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന്. എവിടെയാണ് ഒളിച്ചോടിയത്? നമ്മൾ നിശ്ചയിച്ച സമയം എത്രയാണ്? സ്പീക്കർ പറഞ്ഞ സമയം എത്രയാണ്? അടിയന്തര പ്രമേയത്തിൻ്റെ സമയം 12 മണിയാണ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ വിളിച്ചോ? അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടത് ഞാനാണ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ എന്നെ വിളിച്ചു. ഞാൻ റെഡിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, അറിയാവോ? ആ സമയത്ത് പ്രതിപക്ഷ അംഗങ്ങൾ, ഞാൻ ഉൾപ്പെടെ വെല്ലിലാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം പോയി പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടും സഭാ നടപടികൾ വേഗം തീർത്ത് അടിയന്തര പ്രമേയത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ ശരിയാണ്, അസാധാരണമായ ഒരു പ്രക്ഷുബ്ധ അന്തരീക്ഷം ഉണ്ടായി. അപ്പോൾ അതിനിടയിലും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തീർത്തു. മനസ്സിലാക്കണം. ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു. സബ്മിഷൻ വിളിച്ചു. സബ്മിഷൻ പിന്നെ മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിലൂടെ ഹവാല ഇടപെടലുകളിലൂടെ എത്തുന്ന പണം അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന ഈ ഒരു വലിയ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിനാണല്ലോ അത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് താങ്കൾ അവതരിപ്പിക്കാൻ തയ്യാറായി നിന്നത്. അപ്പോൾ അങ്ങനെ ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധത അറിയിക്കുമ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? സഭ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല. ഉപേക്ഷ മനസ്സിലാക്കണം. ഞങ്ങൾ ബഹിഷ്കരിച്ചോ? ഞങ്ങൾ വാക്കൗട്ട് നടത്തി. ക്വസ്റ്റ്യൻ അവറിൽ ഞങ്ങൾ വാക്കൗട്ട് നടത്തി തിരികെ വന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗ ഭാഗങ്ങൾ സ്പീക്കർ രേഖയിൽ നിന്ന് നീക്കം ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആക്ഷേപിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ അംഗങ്ങളുടെയും ആബ്സെൻസിലാണ്. അതിനെ അംഗീകരിക്കുകയും ചെയ്ത നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ആ രേഖകൾ നീക്കം ചെയ്ത് ശരിയല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ സ്പീക്കർ അത് പരിശോധിക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ പ്രതിപക്ഷം ശാന്തരാകാൻ ബാധ്യസ്ഥമാണ്. അവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായിട്ടും വീണ്ടും വാക്ക് തർക്കാനുണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവിനെ വീണ്ടും ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പ്രക്ഷുബ്ധമായിട്ട് സഭാ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നത്. ആ നടുത്തളത്തിലേക്ക് ഇറങ്ങിയ ഞങ്ങളെ ഇത് ചർച്ച ചെയ്യാൻ ഇവിടെ തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെന്താ ചെയ്യേണ്ടത്? അവിടെയാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഒരു സെക്കൻഡ്, ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ ബിസിനസ് എല്ലാം തീർത്തു. ഇന്നത്തെ സർക്കാരിൻ്റെ അവസാനത്തെ കാര്യൂര പട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. എന്താണ് കാര്യൂര പട്ടിയിലെ അവസാനത്തെ ഇനം? ഇൻട്രൊഡക്ഷൻ ആൻഡ് മോഷൻ ഫോർ റെഫറൻസ് ടു സബ്ജക്ട് വിത്ത് ദ ഫോളോയിങ് ബിൽ, ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡീഷണൽ ഫംഗ്ഷൻ റെസ്പെക്ട് കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ് അമെൻമെൻറ്റ് ബിൽ 2024.
ഈ ബില്ല് അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി. ഇത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാനുള്ള പ്രമേയം എല്ലാവരും പാസ്സാക്കി. ഗവൺമെൻറ് ബിസിനസ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് അടിയന്തര പ്രമേയം എടുക്കാനാണെങ്കിൽ അപ്പോഴാണ് എടുക്കേണ്ടത്. സ്പീക്കർ പറയണം 12 മണിക്ക് നിശ്ചയിച്ച അടിയന്തര പ്രമേയം ഇതുവരെയുള്ള നടപടികളെല്ലാം തീർന്നുകൊണ്ട് എടുക്കുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനോട് സഹകരിക്കണം, നിങ്ങൾ സീറ്റിലേക്ക് പോകണം. അവർ പോയാലും പോയില്ലെങ്കിലും പ്രമേയ അവതാരകനെ വിളിക്കണം. പ്രമേയ അവതാരകനെ വിളിക്കുമ്പോൾ ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കാൻ റെഡിയല്ലെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചു എന്ന് പറയേണ്ടത് കേട്ടോ. അല്ലാതെ ഒളിച്ചോടിപ്പോയത് ആരാണെന്ന് റിയാസിന് മനസ്സിലായില്ലെങ്കിൽ റിയാസ് ചിന്തിക്കുക, പഠിക്കുക. ഒളിച്ചോടിപ്പോയത് ഭരണപക്ഷമാണ്. ഞങ്ങൾക്കാണ് പറയാനുള്ളത്. ഞങ്ങളിത് വിട്ടിട്ടുമില്ല കേട്ടോ. ഞങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ ഹിന്ദു അഭിമുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹിന്ദു പത്രത്തിൻ്റെ 3 ദിവസത്തെ കട്ടിങ് ഉൾപ്പെടെയാണ് ഞാൻ പോയത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ നോട്ടുണ്ട്. ഞങ്ങൾ വിട്ടിട്ടില്ല. ഇനിയും ഞങ്ങളിത് കൊണ്ടുവരും. ഈ അടിയന്തര പ്രമേയം നാളെ എടുക്കാൻ തീരുമാനിക്കാൻ സ്പീക്കർക്ക് ധൈര്യമുണ്ടോ? മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഈ അടിയന്തര പ്രമേയം, ഇതേ അടിയന്തര പ്രമേയം നാളെ പ്രതിപക്ഷം സബ്മിറ്റ് ചെയ്താൽ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ചർച്ചയിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടിയതാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അവസരം കിട്ടാണല്ലോ ചർച്ച ചെയ്യാൻ. ചർച്ചയ്ക്ക് വിളിച്ചിട്ടാണോ? 12 മണിക്കല്ലേ നിശ്ചയിച്ചത്? 12 മണിക്ക് ഞങ്ങൾ സഭയിലുണ്ടോ? 12 മണിക്ക് നിശ്ചയിച്ചാൽ സമയം മാറ്റേണ്ടത് സ്പീക്കറാണ്. മറ്റ് നടപടികൾ തീർന്നതുകൊണ്ട് സാധാരണ എങ്ങനെയാണ് ഒരു ടെൻഷൻ വന്നാൽ ഞാൻ ധരിച്ചെന്താണെന്നറിയോ? സിൻസിയർലി സ്പീക്കിംഗ്, സ്പീക്കർ എഴുന്നേറ്റപ്പോൾ സാധാരണഗതിയിൽ ഒരു കീഴ്വഴക്ക അസംബ്ലി ചട്ടം, സ്പീക്കർ എഴുന്നേറ്റാൽ മെമ്പർമാരപ്പോൾ തന്നെ സീറ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ സൈലൻ്റ് ആകണം. സാധാരണഗതി ഞാൻ ധരിച്ചത് സ്പീക്കർ സഭ അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. ഞങ്ങൾ മൈക്കിൻ്റെ മുമ്പിലല്ല, ഞങ്ങളെ ചെവിയിൽ മൈക്കില്ല, ഹിയറിങ് സഹായില്ല. സഭ അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. അടിയന്തര പ്രമേയത്തിന് ചേരും, ശാന്തരാക്കാൻ ചേരുമെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ ചെവിയിൽ മൈക്കുള്ളതുകൊണ്ട് അവർ സീറ്റിലിരിക്കുന്നതുകൊണ്ടും അവർ പറഞ്ഞു സഭ നിർത്തിവെച്ചു, നാളെ ചേരും, 8-ാം തീയതി സഭ ചേരും, 9 മണിക്ക് ചേരുമെന്ന് അവിടെ നിന്ന് പറയുന്നതിനോട് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പറയുന്നത്. അവർ അവിടെ ഇരിക്കുകയാണ്. ഒളിച്ചോടിയത് ഭരണകക്ഷിയാണ്. ശരി, ഒളിച്ചോടിയത് ഭരണകക്ഷിയാണ്. ശരി, ഏതായാലും ഈ 15-ാം നിയമസഭയിലെ 12-ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്ത് ശ്രീ എം നൌഷാദും പ്രതിപക്ഷത്ത് നിന്ന് ശ്രീ സണ്ണി ജോസഫ് MLA രണ്ടുപേരും മുഖാമുഖം എത്തുകയാണ്. അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ശ്രീ എം നൌഷാദ്, ഈ സ്പീക്കറുമായിട്ടുള്ള തർക്കമുണ്ടാവുകയും സ്പീക്കർക്കെതിരെ അപക്വമായി സ്പീക്കർ ഇടപെടുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെടുന്നതും നിലവാരമില്ലാത്തയാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിക്കുന്നതും. അതിനെ തുടർന്നാണ് പിന്നെ രൂക്ഷമായ വാക്കേറ്റം ഇരുവർക്കുമിടയിൽ ഉണ്ടാകുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു, എന്നും പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയെ പോലെ അഴിമതിക്കാരനും നിലവാരമില്ലാത്തവനും ആകരുതേ എന്നാണ്. MP രാഘവനെ സഭയിൽ തല്ലിയപ്പോൾ ആരായിരുന്നു പാർലമെന്ററി പാർട്ടി നേതാവ്? സഭ തല്ലിപ്പൊളിച്ചപ്പോൾ പുറത്തുനിന്ന് പിന്തുണ കൊടുത്തത് ആരാണ്? മറുപടി പറയണ്ടേ ഭരണപക്ഷം? അല്ല, ഗോപികൃഷ്ണൻ പ്രതിപക്ഷ നേതാവിൻ്റെ വക്കാലത്ത് എടുക്കുകയാണ്. ആദ്യമേ ഒരു കാര്യമൊക്കെ പറയട്ടെ. ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞല്ലോ ഞങ്ങൾ വീണ്ടും ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുമെന്ന്. എനിക്ക് വളരെ വിനയപൂർവ്വം സണ്ണി ജോസഫിനോട് പറയാനുള്ളത്, കേൾക്കുന്ന ഗോപികൃഷ്ണനോടും, നാളെ നിങ്ങൾ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുപോവാ. ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറായ ഗവൺമെൻറ്റിന് നാളെ ചർച്ച പറ്റത്തില്ല എന്ന് പറയാനൊക്കത്തില്ലല്ലോ. നിങ്ങൾ കൊണ്ടുവരണം. ഇത് സഭ നിർത്തിവെച്ച് തന്നെ ചർച്ച ചെയ്യണം. ആ നിലപാട് ഗവൺമെൻറ് ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ സമൂഹത്തിൽ നുണപ്രചരണങ്ങൾ നടത്തി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ സഭയിൽ ചർച്ച ചെയ്യണം എന്ന നിലപാട് ഞങ്ങൾക്കുണ്ടായത് കൊണ്ട് തന്നെയാണല്ലോ ഇന്ന് അനുവദിച്ചത്. പിന്നെ അദ്ദേഹം വിശദീകരിച്ചത്, ഞാൻ ചോദിച്ച സഭാ നടപടികൾ സ്പീക്കറെ ചേംബറിലേക്ക് കയറി മുഖം മുഴുവൻ മറച്ച് ഈ തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ എത്ര തവണ നമ്മൾ സഭ നിർത്തിവെച്ചിട്ടുണ്ട്? എത്ര തവണ സഭ നിർത്തിവെച്ചിട്ടുണ്ട്? ഇന്ന് 2-ാം ഘട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്, 2-ാം ഘട്ടത്തിൽ ഇപ്പോൾ ആദ്യം ഈ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എന്നിട്ട് അത് ഒന്ന് ശാന്തമായതിന് ശേഷമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാദപ്രതിവാദം എല്ലാം കഴിഞ്ഞ് ഒന്ന് ശാന്തമായതിന് ശേഷമാണ് ചിത്തരഞ്ജനെ കോളിംഗ് അറ്റൻഷന് ക്ഷണിക്കുന്നത് തന്നെ. അത് കോളിംഗ് അറ്റൻഷൻ നടത്തി മറുപടിയും പറഞ്ഞു. അതിന് ശേഷമാണ് ഓടി വന്ന്
ഈ ചേംബറിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് അവിടെ എന്ത് സംഘർഷമാണ് ഉണ്ടായത്? അപ്പോൾ വളരെ ബോധപൂർവം ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന നിലപാടുണ്ടായത് കൊണ്ട് തന്നെയാണ് അതിൽ നിന്നും ഏത് തരത്തിലെങ്കിലും പിന്മാറണം. ഇപ്പോൾ അതിൻ്റെ ആ ഘട്ടത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എഴുന്നേറ്റിട്ട് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അതിനോട് യോജിച്ചല്ലോ, ഇത് നമ്മുടെ സഭയുടെ അന്തസ്സിന് ചേരുന്ന തരത്തിലല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും അതിനോട് യോജിക്കുന്നു, ഈ തരത്തിൽ പോകേണ്ടതല്ല. പിന്നെ അവിടെ ഉപയോഗിച്ചത് പാർലമെന്ററി കാര്യ മന്ത്രി തന്നെ ഉപയോഗിച്ചത് പക്വമതി അല്ലാത്ത എന്ന തരത്തിൽ എന്ന വാക്കേ പറഞ്ഞുള്ളൂ. പക്വമായ തരത്തിൽ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് അവരോട് ചോദിക്കുന്നത് എന്തിനാണ്? ഞാനല്ലേ പ്രതിപക്ഷ നേതാവ്? ഞാൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ടല്ലോ, സണ്ണി ജോസഫ് ആ സഭയിലും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇദ്ദേഹം എപ്പോഴും എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക. മുൻകാലം ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, ഞാൻ അന്നേരമാണ് സഭയിലേക്ക് എത്തുന്നത്, അതിനു മുമ്പുള്ള നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സാർ എഴുന്നേൽക്കുന്നു, സൈലന്റ് ആയിരിക്കും ആ സഭ. ഇത് എഴുന്നേറ്റാൽ ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞു, സാധാരണ ഞാൻ ചേർന്നിരിക്കുമ്പോണ്ടായ സംഭവം സണ്ണി ജോസഫ്. അതായത് താങ്കൾ പറഞ്ഞത് ഈ സഭയ്ക്കകത്ത് പ്രശ്നങ്ങളൊക്കെ ശാന്തമായ ശേഷവും ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണല്ലോ. അങ്ങനെയാണ് താങ്കൾ സ്പീക്കറിന്റെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച മാത്യു കുളനാടനും പിന്നീട് വാച്ച് ആൻഡ് വാർഡ് വന്ന് ഇവരെ തടയാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവരെല്ലാം കൂട്ടമായി എത്തുന്നതും ഭരണകക്ഷി അംഗങ്ങൾ തടിച്ചുകൂടിയതും ഒക്കെ സംഭവിച്ചത്. പക്ഷേ അവിടെ ഈ നിലവാരക്കുറവിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് വി ഡി സതീശനെ, സഭയിലെ പ്രതിപക്ഷ നേതാവിനെ, നിലവാരമില്ലാത്തയാൾ എന്ന് വിശേഷിപ്പിച്ചത്. അവിടെയാണ് തിരിച്ചൊരു ചോദ്യം വരുന്നത്. അങ്ങനെ നിലവാരമില്ലാത്തയാളാണെങ്കിൽ എം വി രാഘവനെ സഭയിൽ തല്ലിയപ്പോൾ ആരായിരുന്നു പാർലമെന്ററി പാർട്ടി നേതാവെന്ന്, സഭ തല്ലി പൊളിച്ചപ്പോൾ പുറത്തുനിന്ന് പിന്തുണ കൊടുത്തത് ആരാണെന്ന്. അപ്പോൾ ആ ചോദ്യവും ഭരണപക്ഷത്തിന് മുന്നിലുണ്ടല്ലോ. പിന്നെ സഭ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ സഭ കഴിഞ്ഞ് പുറത്ത് വന്ന് പ്രശ്നങ്ങൾ അവസാനിച്ച ശേഷം ഇപ്പോഴിതാ മുഹമ്മദ് റിയാസ് പറയുന്നു, കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന്. വല്ല സെമിനാറിലേക്കും മാത്രം അദ്ദേഹത്തിന് പോകാം, അല്ലാതെ അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും ഇടപെടാനുള്ള ശുഷ്കാന്തിയില്ലെന്ന്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ എവിടെ കൊണ്ടുപോകാനാണ് ഭരണപക്ഷം സർക്കാരും ഉദ്ദേശിക്കുന്നത്? ഗോപീഷ്ണ, ഭീരുവായി എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതിരിക്കാൻ, കാരണം അവരൊരിക്കലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ ആ ആംഗിളിൽ ചിന്തിക്കാത്ത എന്താ? ആ ആംഗിളിൽ വർത്താനം പറയാത്ത എന്താ? നിങ്ങൾ തിരിച്ച് പഴയ എം പി രാഘവനിലേക്കും മറ്റും പോകുന്ന എന്തിനാ? അത് അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഈ സഭയ്ക്കകത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോ ലൈവായി സംഭവിച്ചത് അവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം. അവിടെ ഒരു ചെറിയ പ്രശ്നം, അവിടെ മുഖ്യമന്ത്രി തന്നെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. സ്പീക്കർക്കെതിരെ നിലവാരമില്ലാത്ത വാക്കുകൾ പ്രതിപക്ഷ നേതാവ് പ്രയോഗിച്ചു. നേരത്തെ പല ഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പരിധിയും ലംഘിച്ച് കടുത്ത വാക്കുകൾ സ്പീക്കർക്കെതിരെ പ്രയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് നിലവാരമില്ലായ്മയെ കുറിച്ച് പറയേണ്ടി വന്നു എന്ന് മുൻപ് ഉപയോഗിച്ച വാക്കുകളെയും ഇടപെടലിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ സഭയിൽ നിന്ന് സംസാരിച്ചത്. ഉണ്ടെങ്കിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നിട്ട് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ സ്പീക്കറുടെ നിങ്ങൾ എന്താണ്, നിങ്ങൾ ആ സ്പീക്കർ ചോദിക്കുന്നത് ആരോടാണ്? നിങ്ങൾ ഇപ്പം കാണിച്ചല്ലോ, പക്ഷെ ഫുള്ള് കാണിച്ചില്ലത്. അത് ഫുള്ള് കാണിച്ചില്ല. അത് ബോധപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്പീക്കർ പ്രതിപക്ഷ നേതാവിനോടല്ല ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ടും പോകാതെ, അദ്ദേഹം തിരിച്ച് വിളിച്ചിട്ടും പോകാതെ, സെക്കൻഡുകളൊന്നും അല്ല സണ്ണി ജോസഫ്, വളരെ കൃത്യമായി അദ്ദേഹം വീണ്ടും മൈക്ക് ചോദിക്കുന്നു. അന്നേരവും പറയുന്നത് ഇവർ പോയതിന് ശേഷമേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയാണ് ഈ കമന്റ് പറയുന്നത്. അതിനുശേഷം താങ്കൾ പറഞ്ഞത് വീണ്ടും ബോധപൂർവം കാണിക്കാതിരുന്ന ചില ദൃശ്യങ്ങളെ കുറിച്ചാണല്ലോ. ആ പരാതി ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവിനായിരുന്നു. ഏത് ദൃശ്യങ്ങളെ കുറിച്ചാണെന്ന് അറിയാമോ? അദ്ദേഹം നടത്തിയ പ്രസംഗം കട്ട് ചെയ്തതിന് അവരുടെ ഭാഗത്തുണ്ടായ പ്രതിഷേധ സഭാ ടി വി കാണിക്കാത്തതിന്. ഇതാ ഞാൻ അത് കേൾപ്പിച്ചു തരാം, താങ്കൾ അതൊന്ന് കേൾക്കൂ. ഒരൊറ്റ നിമിഷം. ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ്, അതിൽ ഞാൻ നടത്തിയ
പരാമർശങ്ങൾ മുഴുവൻ സഭാ ടി വിയിൽ നിന്ന് നീക്കം ചെയ്തു. മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ ടി വിയിൽ നിൽക്കുന്നത്. എന്തിനാ പിന്നെ ഈ സഭാ ടി വി? എന്തിനാണ് സാർ പിന്നെ ഈ സഭാ ടി വി? അതാ ഞാൻ ചോദിച്ച, നിങ്ങൾ പഴയത് കാണിക്കുന്നില്ല, എന്നാ പിന്നെ പുതിയത് കാണിക്കാത്ത എന്താ? നിങ്ങൾ ഈ പഴയതിലേക്ക് പോയല്ലോ. അത് വളരെ കൃത്യമായി അത് എടുത്ത് അതോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായി ഈ ചർച്ചയുടെ ഭാഗമായി കൃത്യമായി തന്നെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചതാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഭരണപക്ഷം പറയുന്നുണ്ടല്ലോ, ഈ നിലവാരമില്ലാത്ത ആളാണെന്നും ഭീരുവാണെന്നും ഒളിച്ചോടിയെന്നും ഒക്കെ ഓരോരോ കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒറ്റ മിനിറ്റ്, കഴിഞ്ഞ ദിവസം അജണ്ട ആർക്കാണെന്നൊക്കെ ഇപ്പൊ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അജണ്ട ആർക്കാണെന്നും PR ഏജൻസി ഏതാണെന്നും ഹിന്ദുവിലെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത ഭാഗങ്ങൾ എങ്ങനെയാണ് വന്നതെന്നും ADGPക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നത് ആരുടെ സമ്മർദ്ദം മൂലമാണെന്നും ഒക്കെ ശ്രീ എം നൗഷാദ് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുത്ത് ഇവിടെ പറ്റണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ അജണ്ട ആർക്കാണ് കേരളത്തിലുള്ളതെന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ശ്രീ എം നൗഷാദ്. അപ്പോ അതൊന്നും പറയണ്ട. പിന്നെ നേരത്തെ എടുത്തു വെച്ച് കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ശൈലിയും രീതിയും ഒക്കെ ഇപ്പൊ ആർക്കാണ് ഇവിടെ ഉള്ളതെന്ന് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഭാഗം അവിടെ കിടക്കട്ടെ. നമ്മൾ സംസാരിക്കുന്നത് സഭയ്ക്കകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. സഭയ്ക്ക് അകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. സഭയ്ക്കകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ സഭാ TV കാണിക്കാതെ പോയതിനെ കുറിച്ചാണ്. എന്നിട്ട് ലോക്സഭയിലോ എന്നിട്ട് പാർലമെന്റിൽ നടന്ന കാര്യങ്ങളിൽ ഇവിടെ വലിയ പ്രതിഷേധം. എന്നിട്ട് അവിടെ പിന്നെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ഇവിടെ ഏകപക്ഷീയമായ തീരുമാനമെടുക്കൽ, അതിനെ കുറിച്ചാണ് ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞത്. വർത്താനത്തെടുക്കാതെ എന്നാ പിന്നെ സണ്ണി ജോസഫിനെ വിളിക്കണ്ടായിരുന്നല്ലോ ഗോപീഷ്ണ. സണ്ണി ജോസഫിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഗോപീഷ്ണ മതിയായിരുന്നല്ലോ. ചോദ്യങ്ങളോട് താങ്കൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത് ശ്രീ എം നൗഷാദ്? അല്ലല്ല, നിങ്ങള് അത് സഭയിൽ കാണിച്ചാൽ പോരെ, ചർച്ചയിൽ കാണിക്കണം. ഞാനിപ്പോ പറഞ്ഞത് അല്ല, ചർച്ചയിൽ നിങ്ങൾ ഈ തരത്തിലേക്ക് ചർച്ചയെ മാറ്റിക്കൊണ്ട് പോയാൽ, ഞാൻ അവിടെ ഇന്ന് നേരിട്ട് കണ്ടതാണ്. നിങ്ങൾ ഈ പറയപ്പെടുന്ന സംഭവങ്ങളിലൊന്നും ഞാൻ നേരിട്ട് കണ്ടേയില്ല. ഞാൻ നേരിട്ട് കണ്ടത് എനിക്ക് പറയണ്ടേ? നേരിട്ട് കണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തത് കാണിക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ. അപ്പോ നിങ്ങൾ പഴയത് ഇതുപോലെ കൃത്യമായി എടുത്തു വെച്ചെങ്കിൽ ഇന്നത്തതും കൂടെ ഒന്ന് എടുത്തു വെക്കണ്ടായിരുന്നോ? അല്ല, ഇന്നത്തെ ഏത് ഭാഗമാണ് മറ്റത് കാണിച്ചോളൂ. ഇന്നത്തെ ഏത് ഭാഗമാണ് ഞാൻ പറഞ്ഞത്? എം നൗഷാദ് താങ്കൾക്ക് കാണേണ്ടത്. സ്പീക്കർ ആരാണ് ലീഡർ എന്ന് ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിക്കുന്നത് ആരോടാണ്? അത് നിങ്ങൾ കാണിക്കേ. അല്ല, അത് സഭാ TV കാണിക്കണം. അല്ല, ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. സഭാ TV കാണിച്ച ഭാഗം ഞാൻ താങ്കൾ കാണിച്ചിട്ടുണ്ട്. സഭാ TV കാണിച്ച ഭാഗങ്ങളല്ലേ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റൂ, അല്ല ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല നിങ്ങൾ ഇപ്പൊ കാണിച്ചല്ലോ അതിലെ ഏതാ ആ ഭാഗമാണല്ലോ. അത് താങ്കൾ ഇപ്പോഴായിരിക്കും ചാനൽ കാണുന്നത്. അതൊക്കെ നേരത്തെ മുഴുവൻ ഭാഗങ്ങളും കാണിച്ചതാണ് ശ്രീ എം നൗഷാദ്. നേരത്തെ മുഴുവൻ ഭാഗങ്ങളും കാണിച്ചതാണ്. ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു സഭയിൽ ഈ പ്രശ്നങ്ങളൊക്കെ, ഈ സഭയിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ നിലവാരമില്ലാത്തയാൾ എന്ന് വിശേഷിപ്പിച്ചതല്ലേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ തുടക്കം? എന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്തിനാണ് പിന്നീട് സഭയിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് മുഹമ്മദ് റിയാസ് കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്? ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? അല്ല, എന്നാല് ഗോപീഷ്ണ ഒന്ന് കേട്ടോ. ഞാൻ ചെയറിലിരുന്നൊരു ദിവസമുണ്ട്. ഞാൻ ചെയറിലിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോ സ്പീക്കറായിട്ടുള്ള ഷംസീർ അന്ന് താഴെ MLA ആയിട്ടിരിക്കുകയാണ്. ഞാൻ ചെയറിലിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വാക്കേറ്റം ഉണ്ടാകുമ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെ നോക്കി സംസാരിക്കും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചെയറിനെ നോക്കി സംസാരിക്കും. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കാണിച്ചതേ, ഞാൻ പറഞ്ഞ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് കൊച്ചു കുട്ടികൾ നമ്മളെ നാടൻ ഭാഷയെ പറഞ്ഞ കോക്കറി കാണിക്കുമല്ലോ എന്നതുപോലെ, ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കാം. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരമുള്ളൊരു പ്രതിപക്ഷ നേതാവിന് ചേർന്നതാണോ? അപ്പം ഞാൻ
ഞാൻ പറഞ്ഞ് ഈ ചെയറിനെ നോക്കി സംസാരിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പരിചയക്കുറവ് കൊണ്ടാണ്, ഞങ്ങൾ ഒത്തിരി സീനിയറാണ്, ഈ തരത്തിൽ അന്ന് ചെയറിലിരിക്കുന്ന ആരാണോ, ജൂനിയർ ആണോ സീനിയർ ആണോ ആരായാലും ചെയർ ഈസ് ചെയർ അല്ലേ, അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. ചെയറിനെ നോക്കി സംസാരിക്കൂ എന്ന് എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ സഭയിലെ കീഴ്വഴക്കവും അങ്ങനെയാണ്, രീതിയും അങ്ങനെയാണ്. അങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ എന്നോട് തന്നെ കയ്യിലിരുന്നൊരു പേപ്പർ എടുത്ത് വെച്ച് മുഖം മറച്ചു വെച്ചിട്ട് ഞാൻ ഇനി ഇങ്ങനെ സംസാരിക്കാം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അത് എന്ത് നിലവാരമാണെന്ന് എനിക്ക് ശരി. അതിന് ശ്രീ സണ്ണി ജോസഫ് മറുപടി പറയട്ടെ. ശ്രീ സണ്ണി ജോസഫ്, അതായത് കേരളത്തിൽ ഇതിനു മുൻപ് പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മിനിറ്റ് ശ്രീ എം നൌഷാദ്, താങ്കളെ ഗുരുതരമായ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ട് താങ്കൾ അത് അവതരിപ്പിച്ചല്ലോ, താങ്കൾക്ക് തന്നെ നേരിട്ടുള്ള അനുഭവമുള്ളതാണ്. അതിന് ശ്രീ സണ്ണി ജോസഫ് മറുപടി പറയട്ടെ. ശ്രീ സണ്ണി ജോസഫ്, കേരളത്തിൽ ഇതിനു മുൻപും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ട്. തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സംസാരിച്ചല്ലോ. അവർക്കാർക്കും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത, നിലവാരമില്ലാത്തയാൾ എന്നൊരു വിശേഷണം വി.ഡി. സതീശന് കേൾക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് എന്നാണ് ശ്രീ എം നൌഷാദ് പറയുന്നത്. കാരണം അതുതന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. സായി സ്പീക്കറെ വില കുറച്ച് കാണിക്കുന്ന, അദ്ദേഹത്തോട് അനാദരവ് കാണിക്കുന്ന ഇടപെടൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി നിലവാരമില്ലാത്ത പ്രവൃത്തി എന്ന് പ്രതിപക്ഷ നേതാവിനെ ചൂണ്ടി പറഞ്ഞത്. അത് ഈ സമീപനത്തിൻ്റെ വിഷയമാണ്, ഈ കാണുന്ന വിഷയം. നേരത്തെ നൌഷാദ് ഈ കാര്യങ്ങളെ വളച്ചൊടിക്കാണ്. രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനെ അവഹേളിച്ച നടപടി ശരിയല്ല എന്ന് പറഞ്ഞു വരുന്നിടത്ത് തുടക്കത്തിൽ സഭാ നടപടികൾ അലങ്കോലപ്പെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ആ ഒറ്റ വാക്കിനോട് മുഖ്യമന്ത്രി യോജിച്ചു. രമേശ് ചെന്നിത്തല എഴുന്നേറ്റത് എന്തിനാണ്? മുൻ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനോട് ഭരണകക്ഷി നേതൃത്വം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് പറയാനാണ്. അപ്പോൾ ഗോപീഷ്ണൻ ചോദിച്ച ഓരോ ചോദ്യത്തിനും നൌഷാദ് എന്തിനാണ് ഇത്ര കണ്ട് അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടാകുന്നത്? പഴയ ചരിത്രം, കേരള നിയമസഭയുടെ ചരിത്രം എല്ലാവർക്കും അറിയില്ലേ? മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം, ഈ അടുത്ത ദിവസമല്ലേ വനിതാ MLA-മാർ, അന്നത്തെ UDF-ൻ്റെ MLA-മാർ, ഇപ്പോൾ അവരെല്ലാവരും XMLA-മാരായിരിക്കും, അവർക്കെതിരെ കളവായ കേസ് കൊടുത്തിട്ട് ഈ വനിതാ MLA-മാരെ അന്നത്തെ ഭരണകക്ഷി MLA-മാർ മാനഭംഗപ്പെടുത്തത്തക്ക രൂപത്തിൽ അവർ ഉപദ്രവിച്ചു എന്നുള്ള പരാതി കൊടുത്തിട്ട് കേരള ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഞാൻ ലളിതമായിട്ട് ചോദിക്കുകയായിരുന്നു, എന്താ അന്ന് സംഭവിച്ച ആ കാര്യത്തിന് മാപ്പ് പറയാതെ നിങ്ങൾക്ക് ഞങ്ങളെ ആക്ഷേപിക്കാൻ സാധിക്കുമോ? എന്താ സംഭവിച്ചത്? മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം പ്രതിപക്ഷാംഗങ്ങൾ ഭരണകക്ഷി ബെഞ്ചുകളിലേക്കാണ് വന്നത്. ശിവൻകുട്ടി, ഇന്നത്തെ മന്ത്രി, ഞാനിരിക്കുന്ന ഡെസ്കിൻ്റെ മുകളിലാണ് കയറിയത്. ഞങ്ങൾ ആരെങ്കിലും വന്നോ? ഭരണകക്ഷിയുടെ അടുത്തേക്ക് ഞങ്ങൾ ആരെങ്കിലും വന്നോ? ഏതെങ്കിലും മന്ത്രിയെ ഞങ്ങൾ തടസ്സപ്പെടുത്തിയോ? സ്പീക്കറെ കസേര ഞങ്ങൾ മറിച്ചിട്ടോ? സ്പീക്കറെ മൈക്ക് ഞങ്ങൾ തകർത്തോ? കമ്പ്യൂട്ടർ ഞങ്ങൾ ഒടിച്ചോ? നാശനഷ്ടങ്ങൾ വരുത്തിയോ? ഈ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ശൈലിയാണിത്. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശൈലിയാണ്. മുഖ്യമന്ത്രിക്ക് ഓശാന പാടേണ്ടത് റിയാസിൻ്റെ ആവശ്യമായിരിക്കും. എല്ലാവർക്കും അറിയാം, വി.ഡി. സതീശൻ നല്ല പക്വതയുള്ള, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള, കേരളം കണ്ട ഏറ്റവും നല്ല ഒരു പാർലമെൻറ്റേറിയനാണ് വി.ഡി. സതീശൻ. അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നിയമസഭാ പെർഫോമൻസ്, കേരളത്തിലെ ഭരണകക്ഷിക്ക് വല്ലാത്ത തലവേദനയുണ്ടാക്കുന്നു. പല ചോദ്യങ്ങൾക്കും പല പ്രസംഗങ്ങൾക്കും മറുപടിയില്ല. ഇന്ന് പ്രസംഗിച്ചാലും ഞങ്ങൾ ചോദിക്കുന്നു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞ PR ഏജൻസിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇന്നും ആ ചോദ്യങ്ങൾക്ക് എന്നുത്തരം പറയാനേ കഴിയൂ. അതിന് ഉത്തരമില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഹിന്ദു പത്രത്തോട് അഭിമുഖമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഉത്തരമില്ല. മിസ്റ്റർ നൌഷാദ്, ഉത്തരമുട്ടിയ മുഖ്യമന്ത്രിയാണ് ഇന്ന് സത്യത്തിൽ ചർച്ചയില്ലാതെ ഒളിച്ചോടിയത്. നൌഷാദ് ഒരു കാര്യം ചെയ്യണം, നാളെ ഈ അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നാൽ നാളെയും ചർച്ച ചെയ്യാൻ സമ്മതിക്കണം. ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം, നിങ്ങൾക്ക് 62 മിനിറ്റ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് 22 മിനിറ്റ് കിട്ടുള്ളൂ. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അലോട്ട് ചെയ്യുന്നതിനേക്കാൾ നാളെ തന്നെ കൊണ്ടുവരാം. അല്ല ശ്രീ സണ്ണി ജോസഫ്, ഈ ഇരുവരും തമ്മിലുള്ള വാക്കേറ്റത്തിന്റെ മൂർധന്യാവസ്ഥയിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്
പിണറായി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കില്ല. LDF-നെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കാനാണ് മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നത്. ഏറെക്കാലമായി തുടങ്ങിയിട്ട് സമൂഹം അത് അംഗീകരിച്ചിട്ടില്ല. അപവാദ പ്രചാരണത്തിലൂടെ ആളെ തകർക്കാമെന്ന് കരുതണ്ട. ഭരണ പ്രതിപക്ഷങ്ങളെ സമൂഹം വിലയിരുത്തുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. എന്താണ് നമുക്കെല്ലാം അറിയാലോ, മാസപ്പടി കേസ് എന്താന്ന് എല്ലാവർക്കും അറിയാലോ. പറയാൻ ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത മാസപ്പടി കേസ് മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ആക്ഷേപമല്ലേ, കുടുംബാംഗങ്ങൾക്കുള്ള എതിരെയുള്ള ആക്ഷേപമല്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് നൗഷാദ്, എന്താണ് ഒരു കാര്യം ചോദിക്കട്ടെ, വീണ വിജയന്റെ കമ്പനിയുടെ അഡ്രസ്സ് എവിടെയാ നൗഷാദ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ അഡ്രസ്സ് എവിടെയാണ്? ഏത് കെട്ടിടത്തിലാണ് ആ കമ്പനിയുടെ ആസ്ഥാനം? AK സെന്റർ അല്ലേ? വേറെ ആർക്കെങ്കിലും സാധിക്കുമോ അത്? എങ്ങനെയാണ് വീണ വിജയൻ മാസം 5 ലക്ഷം രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയത്? അഴിമതി അല്ലെങ്കിൽ എന്ത് സേവനം ചെയ്തിട്ടാണ്? ഇൻട്രം സെറ്റിൽ ബോർഡിൻ്റെ തീരുമാനം വന്നിട്ട്, വിധി വന്നിട്ട് നിങ്ങൾ അപ്പീൽ കൊടുത്തോ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തോ? ഒരു വാർത്താ സമ്മേളനം നടത്തിയോ? മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യം മാറ്റിച്ചു? വിചാരണയ്ക്ക് എടുക്കാൻ, ആർഗ്യുമെൻ്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന, ഏറ്റവും വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്നല്ലോ ശിവശങ്കർ. ഇപ്പം എന്താ അജിത് കുമാർ? എന്തിനാ അജിത് കുമാറിനെ മാറ്റിയത്? മുഖ്യമന്ത്രി അഴിമതിക്കാർക്ക് കൊടപിടിക്കുന്നു. അദ്ദേഹത്തിനെതിരെ പോലും കേസുണ്ട്, കുടുംബാംഗങ്ങൾക്കെതിരെ പോലും കേസുണ്ട്. സതീശനെതിരെ ഒന്നും പറയാനില്ല. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് സതീശൻ്റെ പാർലമെന്ററി പ്രവർത്തനങ്ങൾ. കേരളത്തിലെ പൊതുസമൂഹം വളരെ പ്രതീക്ഷയോടെ, വളരെ കയ്യടിയോടെയാണ് കാണുന്നത്. വളരെ പക്വതയാർന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് VD സതീശൻ. നിങ്ങൾക്കാണ് അസഹിഷ്ണുത. നിങ്ങൾ മനസ്സിലാക്കണം. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പലവട്ടം ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. സ്പീക്കറൊക്കെ അപ്പം തന്നെ കൈകാര്യം ചെയ്യാം. അത് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, മനഃപൂർവ്വം പറഞ്ഞതല്ല. അതിൽ നമ്മൾ സതീശൻ തന്നെ പറഞ്ഞത്, ഞാൻ സതീശൻ്റെ ഒരു നല്ല കാര്യം ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ ഇപ്പോഴത്തെ MP രാജേഷ് മന്ത്രിയായിട്ട് VD സതീശനും തെറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പുറകിലിരിക്കുന്ന ഞാൻ തന്നെ വിചാരിച്ചു, ഇത് ഒഴിവാക്കേണ്ടതായിരുന്നല്ലോ, ഈ സംഭാഷണം ഒഴിവാക്കേണ്ടതായിരുന്നല്ലോ. പിന്നെ ആരും ഇടപെടുന്നതിന് മുൻപ് അടുത്ത സെക്കൻഡിൽ വിത്തിൻ 5 minutes VD സതീശൻ എഴുന്നേറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ MP രാജേഷിനെ കുറിച്ച് പറഞ്ഞ പരാമർശനങ്ങൾ തെറ്റായിപ്പോയി, അത് ഞാൻ പിൻവലിച്ചു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് പാർലമെന്ററി പ്രൊപ്രൈറ്റി. അല്ല, ആ പാർലമെന്ററി അനുഭവം താങ്കൾക്കുണ്ട്. പക്ഷേ ശ്രീ M നൗഷാദ് സ്പീക്കറുടെ ചെയറിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ആ പ്രൊപ്രൈറ്റി ഉള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മുഖം മറച്ച് പിന്നെ സംസാരിക്കണമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചതായി അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ഇവിടെ പറഞ്ഞത്. മുഖാമുഖത്തിൽ ഭരണപക്ഷത്തു നിന്ന് ശ്രീ M നൗഷാദ് MLA-യും പ്രതിപക്ഷത്തു നിന്ന് ശ്രീ സണ്ണി ജോസഫ് MLA-യും. ശ്രീ M നൗഷാദ്, മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം ഞാൻ ഒന്ന് വായിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത അധിക്ഷേപ വാക്കുകളാണ് സ്പീക്കറെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പരസ്പര ബഹുമാനം നിലനിർത്തണം. നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ പരസ്പര ബഹുമാനം എന്നത് ഈ സ്പീക്കറും അംഗങ്ങളും തമ്മിൽ മാത്രം ഉണ്ടാകേണ്ടതാണോ? ഭരണകക്ഷി തലവനും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൂടി ഉണ്ടാകേണ്ടതല്ലേ? അതെവിടെയാണ് ലംഘിക്കപ്പെട്ടത്? ലംഘിക്കപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ നിന്നാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗം നിങ്ങളതിലുണ്ടല്ലോ, അത് സ്പീക്കറെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുക. രണ്ടാമത് പക്ഷേ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഗോപീഷിനോട് ഉൾപ്പെടെ ചോദിക്കാനുള്ളതേ, സഭയ്ക്കകത്ത് ഇതേ പ്രതിപക്ഷ നേതാവിനെതിരെ ഇപ്പോൾ സകല ചാനലുകാരും പിറകെ നടക്കുന്ന, ഇപ്പം 2 ദിവസം കൊണ്ട് കാണുന്നില്ല, ശ്രീ അൻവർ, അദ്ദേഹം 150 കോടി രൂപയുടെ അഴിമതി ആരോപണം സഭയ്ക്കകത്ത് ഉന്നയിച്ചു. പക്ഷെ ഇത്രയും ദിവസം അൻവറിനോട് ചർച്ച നടത്തിയ, ലൈവ് കൊടുത്തവരോട്, ലൈവ് കൊടുത്ത, ഞാൻ പറഞ്ഞോട്ട് അല്ല, ആ അദ്ദേഹത്തിനോട്, അൻവറിനോട് ഒരു ചാനലുകാരും, ചാനലുകാർ എത്ര ആയിക്കോട്ടെ, അത് ആ ചാനലുകാർ ഒരാളെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ താങ്കൾ ആ പറഞ്ഞത് ശരിയായിരുന്നോ അല്ലെങ്കിൽ തെറ്റായിരുന്നോ, തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും തയ്യാറായില്ല. അത് ഇപ്പൊ സന്ദർഭത്തിൽ സഭയ്ക്കകത്ത്
പിന്നെ പുനർജനി കേസ് വിവാദം കിടപ്പുണ്ട്. ഇതെല്ലാം ഉള്ള വി ഡി സതീശൻ, ഞാൻ ചോദിച്ച മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയെ പോലെ അഴിമതിക്കാരനാവല്ലേ എന്നാണ് ഡെയിലി പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആകുമെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടോ? അതാണ് ഞാൻ സാങ്കേതികമായി ചോദിക്കുകയാണ്. പിണറായി വിജയനെതിരെ എന്ന് തുടങ്ങിയതാണ് ഞാൻ ചോദിച്ച, നിങ്ങൾ എവിടെ കമല ഇന്റർനാഷണൽ? താങ്കൾ ചോദിച്ചല്ലോ എവിടെ കണ്ടുപിടിച്ചോ? ഇന്ന് വരെ എത്ര പതിറ്റാണ്ടായി ലാവലിംഗ് കേസ്, അത് എത്രയും പെട്ടെന്ന് കേൾക്കണം എന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്തതാരാ? സഖാവ് പിണറായി വിജയൻ. അത് ആ കേസ് വിധി പറയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പറയാൻ കഴിയില്ല. കാരണം അത് CBI കോടതിയും വിജിലൻസ് കോടതിയും എല്ലാം തള്ളിയ കേസാണ്. അത് കൊണ്ടുപോയി വീണ്ടും അപ്പീൽ കൊടുത്ത് അവിടെ ഇട്ടിട്ട് മാറ്റിവെച്ചത് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടാണോ? അങ്ങനെ വന്നിരുന്ന് കള്ളം പറയില്ല. വക്കീലല്ലേ സണ്ണി ജോസഫ് സാറ്? താങ്കളൊരു അഡ്വക്കേറ്റ് അല്ലേ? അവിടെ നിരവധി തവണ ഇത് കേൾക്കണമെന്ന് പറഞ്ഞു. പിന്നെ വല്ലവരുടെയും വീട് കാണിച്ച്, ഒരു ഗൾഫുകാരൻ്റെ വീട് കാണിച്ച്, അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പോലും അല്ല അല്ലേ? മുഖ്യമന്ത്രി പോലും അല്ലാത്ത പിണറായി വിജയനെ നിങ്ങൾ ഈ അതാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് എത്ര കാലമായി തുടങ്ങിയിട്ട് ആ വീട് കാണിച്ചിട്ട്, ഒരു ആഡംബര വീട് അല്ലേ, അത് കാണിച്ചിട്ട് ഇത് പിണറായി വിജയന്റെ വീടാണെന്ന് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടില്ലേ? എന്താണ് ആ തരത്തിൽ പിണറായി വിജയനെ വ്യക്തിഹത്യ ചെയ്യുക? മാത്യു കുഴൽനാടൻ കേസുമായി പോയല്ലോ, എന്നിട്ട് എന്തായി? ആ കോടതി എന്താ ചോദിച്ചത് സണ്ണി ജോസഫ് സാറേ? ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഈ കേരള സമൂഹത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചത്? ഖുറാനി സ്വർണം, ഈന്തപ്പഴത്തി സ്വർണം. ദാണ്ട് അന്ന് ചാനലുകൾ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തതെന്താ? ഏതാനും നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രിയുടെയൊക്കെ വസതിയിലേക്ക് എത്തിച്ചേരും, ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെടും എന്നല്ലേ പ്രചരിപ്പിച്ചത്. പക്ഷേ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പിണറായി പറയുന്നത് പോലെ തന്നെ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. വ്യക്തിപരമായി ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരഴിമതി ആക്ഷേപം ആർക്കും ഉന്നയിക്കാമല്ലോ, ആർക്കും അത് ഉന്നയിക്കാം, പറയാം. അതിന്റെ വസ്തുതകൾ എന്താണ്? ശരി, ഇതിനോട് ചേർത്ത് വെച്ച ശ്രീ എം നൗഷാദ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതൊക്കെ പറഞ്ഞ ഭാഗം താങ്കൾ വളരെ വളരെ ഭംഗ്യന്തരേണ അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നത് ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കും ഒക്കെ എതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിന്മേലുള്ള അന്വേഷണങ്ങൾ മരവിപ്പിക്കുക എന്ന ഒരു രാഷ്ട്രീയ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായി തൃശ്ശൂരിൽ ഒരു സീറ്റ് BJPക്ക് കൊടുത്തെന്നുമൊക്കെയുള്ള വിവാദം ഇതിന്റെ ഭാഗമായി ഒരു ഭാഗത്തുണ്ടായിരുന്നു എന്ന കാര്യം താങ്കൾ പറഞ്ഞില്ല. അല്ല ഗോപികൃഷ്ണ, തിരിച്ചതിന് മറുപടി തൃശ്ശൂര് നിങ്ങൾ എന്താണ് ഈ നമ്മൾ പറയില്ല, ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലും എന്നൊരു ചൊല്ലുണ്ട്. അവിടെ കഴിഞ്ഞ 19 തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കൂടിയത് ആർക്ക്? വോട്ട് കൂടിയത് LDFന്. 80,000 വോട്ട് കുറഞ്ഞത് UDFന്. മുരളീധരൻ അതിൻ്റെ പേരിൽ പൊട്ടിത്തെറിച്ചു. അവർ അന്വേഷണ കമ്മീഷനെ വെച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചു. അവിടെ വോട്ട് കുറഞ്ഞത് UDFന്, വോട്ട് കൂടിയത് LDFനേക്കാൾ വോട്ട് BJPക്ക് കൂടി. നഷ്ടപ്പെട്ടത് കോൺഗ്രസിന്. എന്ത് നാടകീയമാ? ആരാണ് നിങ്ങളുടെ മോഹനകൃഷ്ണന്റെ പഴയ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയി എന്ന കണക്ക് കറക്റ്റാണ്. ഞാൻ അതിൽ തർക്കിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വൈകിയതിന്റെ കാരണങ്ങളും ഇപ്പോഴും ADGPക്കെതിരെ ഇതേ വിഷയത്തിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നതും അതിന്മേൽ CPIക്കുള്ള അതൃപ്തിയും ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ അതിന്റെ താഴെത്തട്ടിലുണ്ട്, ലേയേഴ്സ് ആയിട്ട് ഞാൻ താങ്കളോട് പറയുകയാണ്. ഈ വോട്ടിന്റെ കണക്ക് മാത്രം പറഞ്ഞുകൊണ്ടല്ല, ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ അതിന്റെ കൂടെ ഉണ്ട്. അത് താങ്കൾ മറന്നു പോകരുത്. സഖാവ് ബിനോയ് വിശ്വം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന്. ഇപ്പോഴല്ല, ആദ്യമേ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടാണ്. LDF നിലപാട് അതായിരുന്നു. റിപ്പോർട്ട് കിട്ടി, നടപടി. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് മാത്രമല്ല,
ഇടതുമുന്നണി യോഗം കഴിഞ്ഞ് RJD-യുടെ നേതാവ് വർഗീസ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു, RSS നേതാക്കൾ ADGP പോയി കണ്ടത് ഇടത് രാഷ്ട്രീയത്തിന് ചേർന്നതല്ല, ഞങ്ങളുടെ അഭിപ്രായവും വിയോജിപ്പും ഞങ്ങൾ ആ മുന്നണി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം CPI നേതാവ് ബിനോയ് വിശ്വം പുറത്തിറങ്ങി പറഞ്ഞത് ADGP ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ്. പിന്നെ റിപ്പോർട്ട് വരട്ടെ എന്ന് മുന്നണിയിൽ ഒരു ധാരണയുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കാത്തിരിക്കുന്നു എന്നാണ്. ആ ഭാഗം ഒന്നും വിട്ടുപോകരുത്. മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് എന്തേ ഗോപീഷ്ണ പറയാത്ത? മറ്റതൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രിയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാകണമല്ലോ. അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ? മുഖ്യമന്ത്രിയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാകണ്ടേ? നിങ്ങൾ ഒരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകണ്ടേ? എന്നിട്ട് അതേ CPI പറഞ്ഞു തിങ്കളാഴ്ചക്കകം നടപടി ഉണ്ടായില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ അപ്പോൾ കാണാമെന്ന നിലപാടും CPI എടുത്തു. അത് പിന്നെ പറയണ്ടേ? അപ്പോൾ തന്നെ എപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നോ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് നടന്നത്. പറയുന്നത് പോലെ ചെയ്യുന്നയാള് തന്നെയാണ് മുഖ്യമന്ത്രി. ഒരു മിനിറ്റ് ശ്രീ താങ്കൾ ഒഴിഞ്ഞു മാറരുത്. RSS നേതാക്കളുമായി ADGP അടിക്കടി കൂടിക്കാഴ്ച കണ്ടത് ഇടത് രാഷ്ട്രീയത്തിന് ചേർന്നതല്ല എന്ന്, അതിലൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല നടപടിയെടുക്കാൻ എന്നുമുള്ള നിലപാട് ഇടതുമുന്നണിക്കകത്ത് ഘടകകക്ഷികൾക്കുണ്ട്, RJD-ക്കുണ്ട്, CPI-ക്കുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായി താങ്കൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തി അതിന്റെ ഭാഗമായിട്ട് ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരെ നടപടി? ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരെ നടപടി? ശ്രീ M. നൌഷാദ്, എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരെ നടപടി? ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി? KPCC പ്രസിഡന്റ് ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായ നടപടി? വത്സൻ തില്ലങ്കരി കാണാൻ പോയത്, നിരാഹാരം കിടന്നപ്പോൾ കാണാൻ പോയത് സുധാകരനെ. പക്ഷേ RSSകാർ പറയുന്നു ഞങ്ങൾ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന്. UDF-കാർ പറയുന്നു ഞങ്ങൾ RSS ബന്ധം, അന്തർധാര. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ഗോപീഷ്ണ പൊരുത്തപ്പെടുന്ന? ഏതെങ്കിലും ഒന്ന് പറയണ്ടേ? ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരെ നടപടി? താങ്കൾക്ക് വ്യക്തത ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ശ്രീ M. നൌഷാദ്, ശ്രീ സണ്ണി ജോസഫ്, ഈ RSS കൂടിക്കാഴ്ച, RSSുമായുള്ള കൂട്ടുകെട്ട്, RSS നേതാക്കൾ എന്തിനു കണ്ടു, ഇതൊക്കെ രാഷ്ട്രീയമായി ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അടിത്തറ പ്രതിപക്ഷത്തിനുണ്ടോ എന്ന എന്ന ചോദ്യം ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കാരണം സവർക്കറിന്റെയും ഗോൾവാൾക്കറിന്റെയും ഒക്കെ ചിത്രത്തിന് മുന്നിൽ വിളക്കും കത്തിച്ച് തൊഴുതു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു. ഇടതുമുന്നണി നേതാക്കൾ സംസാരിക്കുമ്പോൾ ശാഖയ്ക്ക് വേണ്ടി കാവൽ നിന്നിട്ടുണ്ടെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ KPCC അധ്യക്ഷനെ കുറിച്ച് പറയുന്നു. ശ്രീ സണ്ണി ജോസഫ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ RSS ബന്ധത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കാനുള്ള നിങ്ങളുടെ ധാർമ്മിക രാഷ്ട്രീയ അടിത്തറ എവിടെ എന്ന ചോദ്യം പ്രതിപക്ഷവും നേരിട്ടു. ഗോപീഷ്, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. നൌഷാദ് ഇപ്പോൾ ഉത്തരം പറയാതിരുന്നത് എന്താണ്? കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ അജിത് കുമാർ തൃശ്ശൂരിൽ പോയി RSSന്റെ ദേശീയ നേതാവിനെ കണ്ടത് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. ഒരു ചടങ്ങിൽ, ഒരു മരണപ്പെട്ട നേതാവിൻ്റെ ഒരു ചടങ്ങിൽ, അനുശോചന ചടങ്ങിലോ അനുസ്മരണ ചടങ്ങിലോ ഒരു പൊതു ചടങ്ങിലോ ഒരാൾ സംബന്ധിക്കുന്നതിനെ സംബന്ധിച്ചാണോ ഒരു രഹസ്യ ചർച്ച സ്വകാര്യ വാഹനത്തിൽ പോയി നടത്തി? തിരുവനന്തപുരത്തും രഹസ്യ ചർച്ച നടത്തി. വയനാട്ടിലും ഇതേ സംസാരിക്കുന്നതുകൊണ്ട് ഇടപെടുന്നു തോന്നേണ്ടത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് ബന്ധമാണ്, എന്ത് കാര്യമാണ്? സപ്പോസ് ഹോം മിനിസ്റ്റർ വരുന്നതെങ്കിൽ ഹോം മിനിസ്റ്ററെ കാണാം. ഹോം മിനിസ്റ്ററെ ഇവിടുത്തെ DGP പോയി കാണുന്ന മനസ്സിലാക്കാം. RSSന്റെ നേതാവിനെ ഒരു രാഷ്ട്രീയ അധികാരം ഉണ്ടെന്ന് വിചാരിച്ച് ഭരണപരമായ ഒഫീഷ്യലായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്വവും അധികാരമില്ലാത്ത ഒരു വ്യക്തിയെ പോയിട്ട് കാണുകയാണ്. അതിനെ സ്പീക്കർ എന്താ ന്യായീകരിച്ചത്? സ്പീക്കർ ന്യായീകരിച്ചത് എന്താണ്? RSS വലിയൊരു സംഘടനയാണ്. ആ സംഘടനയുടെ നേതാവിനെ ഇവിടുത്തെ ADGP പോയി കാണുന്നതിൽ തെറ്റില്ലെന്നാണ് സ്പീക്കർ ന്യായീകരിച്ചത്. തൃശ്ശൂരിലെ തോറ്റ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, മുൻമന്ത്രി സുനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ വാക്കെന്താണ്? പൂരം കലക്കിയതാണ്, അതിൽ ADGPക്ക് പങ്കുണ്ട്,
അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഈ സഭ പോവില്ല എന്ന് CPI മെമ്പർമാരെ ഒരു നിലപാടെടുത്തുകൊണ്ടാണ്. മനസ്സിലാക്കണം, CPI നിലപാടെടുക്കാൻ അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം വന്നു. ADGP ഇപ്പോഴും തന്നെ മുഖ്യമന്ത്രി രക്ഷിച്ച് നിർത്തിയത് സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കാൻ തയ്യാറുണ്ടായിരുന്നോ? സസ്പെൻഡ് ചെയ്ത് DGPയും പോലീസിലെ വലിയൊരു വിഭാഗവും ADGPക്കെതിരെ നിൽക്കുന്നു. CPI മുഖ്യമന്ത്രി രക്ഷിക്കാവുന്നതിന്റെ പരമാവധി രക്ഷിക്കാൻ ശ്രമിച്ചു. രക്ഷയില്ലാഞ്ഞിട്ട് മാത്രമാണ് ഇപ്പോൾ ബന്ധം സെൻകുമാറിനെ DGP ആക്കണമെന്ന് ആവശ്യപ്പെട്ട് DGP ആക്കിയപ്പോൾ അഭിവാദ്യ ബോർഡ് വെച്ച കോൺഗ്രസിന് RSS വിരോധം. വല്ലാത്ത പ്രതിഭാസം തന്നെ എൻ്റെ പൊന്നെ, എൻ്റെ സണ്ണി സാറേ. നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. ഞാൻ ചോദിക്കട്ടെ നൗഷാദെ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിലെ പോളിംഗും പ്രചരണവും കഴിഞ്ഞിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ ഏക മുഖ്യമന്ത്രി എങ്ങോട്ടാ പോയത്? അദ്ദേഹം വിദേശത്തേക്ക് ടൂർ പോവല്ലേ ഇതേ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, തമിഴ്നാട്ടിൽ നിങ്ങൾ മത്സരിക്കുന്നില്ലേ? കർണാടകത്തിൽ മത്സരിക്കുന്നുണ്ടായിരുന്നില്ലേ? ബംഗാൾ നിങ്ങളെ സ്ഥലമായിരുന്നില്ലേ? ത്രിപുര നിങ്ങളെ സ്ഥലമായിരുന്നില്ലേ? രാജസ്ഥാനിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നില്ലേ? ഒരു സ്ഥലത്ത് പോയോ? രാജ്യത്താകെ നിങ്ങൾക്കുള്ളൊരു മുഖ്യമന്ത്രിയാണ്, സീനിയർ മോസ്റ്റ് അദ്ദേഹം എവിടെയെങ്കിലും അവിടെയൊക്കെ പോയി BJPക്കെതിരെ കണ്ടിട്ടുണ്ടല്ലോ. തള്ളിക്കയറുന്നതേ CPM അങ്ങനല്ല, നിശ്ചയിക്കുന്നതനുസരിച്ച് ഷെഡ്യൂൾ അനുസരിച്ച് മാത്രം സീനിയർ ആയ പോകുന്നത്. ഇത് ഒരു സീനിയറായ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ DGP ആക്കാൻ നിങ്ങൾക്ക് സെൻകുമാറിനെ DGP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് സംഘപരിവാറുമായിട്ടാണ് ബന്ധം. ഞങ്ങൾ ആരും ദൗത്യവുമായിട്ട് മെസ്സഞ്ചറായിട്ട് അദ്ദേഹത്തെ എവിടെ സഭയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഞങ്ങൾ ആരും സെൻകുമാറിനെ ഞങ്ങൾ ആരും പറഞ്ഞില്ലേ? ഞങ്ങളുടെ മെസ്സഞ്ചറായി ഒരു BJP നേതാവിന്റെ അടുത്തും RSS നേതാവിന്റെ അടുത്തും ഞങ്ങൾ ആരും വിട്ടിട്ടില്ല. നിങ്ങൾക്ക് പിന്നെ ഞാൻ ചോദിക്കുന്നില്ലേ, RSS ശാഖ നടത്താൻ നിങ്ങൾ സംരക്ഷണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങളെ KPCC പ്രസിഡന്റാ പറഞ്ഞത് ശരിയോ തെറ്റോ? പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് അക്രമത്തെ ശരി, ഏതായാലും ശ്രീ സണ്ണി ജോസഫ്, ഈ മലപ്പുറം വിഷയത്തിൽ നാളെയെങ്കിലും താങ്കൾക്ക് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനും അവതരിപ്പിക്കാനും കഴിയും എന്ന് പ്രതീക്ഷിക്കാം. സർക്കാർ ഇന്ന് ചർച്ചകൾക്ക് തയ്യാറായിരുന്നു. അതുകൊണ്ട് നാളെയും നിങ്ങൾ അതുമായി വരൂ, അവിടെ വെച്ച് കാണാം എന്നാണ് ശ്രീ M നൗഷാദ് ഇവിടെ പറഞ്ഞത്. നാളെ സഭയിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി. മുഖാമുഖത്തിൽ ശ്രീ M നൗഷാദും അതോടൊപ്പം ശ്രീ സണ്ണി ജോസഫ്, 2 MLA മാരും ഈ വൈകുന്നേരം ഞങ്ങളോടൊപ്പം ചേർന്നതിന് താങ്ക് യു വെരി മച്ച്.